ടോപ്പ് ദുപ്പട്ടയുടെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഞാൻ വെയർ ചെയ്തേക്കുന്നതിൽ സിൽവർ കളറിലെ കട്ട് പീസ് ഉപയോഗിച്ച് വർക്കുള്ളതാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ കളർ വർക്ക് ഉള്ളതുകൊണ്ട് അതുകൂടെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓരോന്നായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്രൗൺ കളറിൽ വരുന്ന കുർത്തിയാണ്. ഇതിൽ വൈറ്റ് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ്. വൈറ്റ് കട്ട് ബീഡ്സ് കഴിഞ്ഞിട്ട് അതിന് മാച്ചിങ് ആയിട്ട് പല കളറിലെ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും വർക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏലൈൻ പാറ്റേണിലാണ്. ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ദുപ്പട്ടയാണ്. 2 മീറ്റർ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക്. കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ്. ഇതിൽ വൈറ്റ് കളറാണ് കട്ട് പീസ് ഉപയോഗിച്ച് വർക്ക് ചെയ്തേക്കുന്നത്. മറ്റുള്ള കളറിലും അതിന് മാച്ചിങ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത്. എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. 44 ഇഞ്ചാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത്. 3/4 സ്ലീവ് കൊടുത്തിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് 2 മീറ്ററിൽ പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ്. നല്ലൊരു വൈൻ ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ കട്ട് പീസ് ഉപയോഗിച്ചിട്ടുള്ള വർക്ക് എലൈൻ പാറ്റേണിലാണ്. ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത്. 2 മീറ്റർ ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളറാണ്. വീഡിയോ കാണുന്ന അത്രയും ബ്രൈറ്റ് അല്ല, ബേൺഡ് ഓറഞ്ച് ആണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലായിട്ട് വൈറ്റും ഗോൾഡൻ കട്ട് ബീഡ്സ് കൊണ്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. താഴോട്ട് വരുമ്പോഴത്തേന് നല്ല പ്ലീറ്റ്സ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2 മീറ്റർ ആണ്. ടോപ്പ് വിത്ത് ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇങ്ങനെയാണ്. ഏലിയൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. ഇതിന്റെ മെറ്റീരിയൽ ജോർജറ്റ് ആണ്. ഇതിന്റെ നെക്ക് പോർഷനിൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ ദുപ്പട്ട പെയർ ചെയ്യാൻ ഉണ്ട്. ലെങ്തി ദുപ്പട്ട തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ. നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഷിമ്മർ ജോർജറ്റ് വരുന്ന ഒരു കുർത്തിയാണ്. ഇത് സ്ലിറ്റർ പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനിലും സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ട്. ഇതിനും ഹെവി ഹാൻഡ് വർക്കാണ് ചെസ്റ്റിന്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത്. നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇതിനും ദുപ്പട്ട ഉണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ ആണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. ഇത് എലൈൻ പാറ്റേണിൽ തന്നെയാണ്. ബോഡി പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷനും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഗോൾഡൻ കട്ട് പീസ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇതിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനും ദുപ്പട്ടയും ഉണ്ട്. ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ്. ഏലൈൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് നല്ലൊരു ചുരിയ സ്ലീവ് ആണ്. അജ്രക്കിന്റെ കോട്ടൺ മെറ്റീരിയൽ, അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്ലീവ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വരുന്നത് കോട്ടൺ ആയിട്ട് ലൈനിങ് ഇല്ല. ദുപ്പട്ട വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട തന്നെയാണ്. നമുക്ക് 1 സൈഡോ അല്ലെങ്കിൽ ഇങ്ങനെ 2 സൈഡ് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഹെവി ഹാൻഡ് വർക്കാണ് നെക്കിന്റെ പോർഷൻ ചെയ്തേക്കുന്നത്. ഗോൾഡൻ കട്ട് ബീഡ്സും ഷോർട്ട് ബീഡ്സും ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ 3 ഫ്ലവേഴ്സ് ഫ്രണ്ട് പോർഷനിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേൺഡ് ഓറഞ്ച് കളറാണ്. വീഡിയോയിൽ നിങ്ങൾ ബ്രൈറ്റ് ഓറഞ്ച് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു ബേൺഡ് ഓറഞ്ച് ആണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഗോൾഡൻ കട്ട് ബീഡ്സ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഉപയോഗിക്കുന്നത്. സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബാക്കിലും അതുപോലെ നെക്ക് സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. ലെങ്ത് വരുന്നത് 53 ഇഞ്ചാണ്. വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. പ്ലെയിൻ ദുപ്പട്ട. ഏലിയൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുത്തിയാണ്. അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ലൊരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഫുൾ സ്ലീവ് ആണ് ചെയ്തേക്കുന്നത്. ഏലിയൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ. 4 സൈഡിലും ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ ഏലൈൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തേക്കുന്നത്. ടോപ്പ് വിത്ത് ദുപ്പട്ടയാണ്. ഇതിന്റെ യോക്ക് പോർഷനിലായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സും ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ്. ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത് ഇതിന്റെ സ്ലീവ് ആണ്. എൽബോ സ്ലീവ് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിംഗ് പോലെ കൊടുത്തിട്ടാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. 2 സ്ലീവിലും നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഏലൈൻ പാറ്റേണിലാണ്. ബോഡി പോർഷനും സ്ലീവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയും 2 മീറ്റർ ലെങ്തിൽ വരുന്ന പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത്. കളർ നല്ലൊരു ബേൺഡ് ഓറഞ്ച് കളറാണ്. വീഡിയോയിൽ ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അത്രയും ബ്രൈറ്റ് കളർ അല്ല. ഇതിന്റെ സെയിം ഫീച്ചേഴ്സ് ആണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് നമ്മൾ സ്ലീവ് ആണ്. എൽബോ സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ ചെറിയ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത്. ഹെവി ഹാൻഡ് വർക്കാണ്. 2 സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ദുപ്പട്ടയാണ് കുർത്തി വരുന്നത്. 2 മീറ്റർ വരുന്ന ദുപ്പട്ടയാണ്. പ്ലെയിൻ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. മെറ്റീരിയൽ വന്നേക്കുന്ന കുർത്തിയാണ്. ഏലൈൻ പാറ്റേണിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിന്റെ യോക്കിന്റെ പോർഷനിലായിട്ട് അജ്രക്കിന്റെ ഒരു മെറ്റീരിയൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലോട്ട് ഒരു ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുന്ന 3/4 സ്ലീവ് കൊടുത്തിട്ട് യോക്കിന്റെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടാണ് സ്ലീവിൽ എഡ്ജ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിലുമാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് 2 മീറ്റർ ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ എഡ്ജ് പോർഷനിലായിട്ട് യോക്കിന്റെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റസ്റ്റ് ഓറഞ്ച് കളറാണ്. ഇത് വീഡിയോയിൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അത്രയും ബ്രൈറ്റ് കളർ അല്ല. ഏലൈൻ പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. യോക്കിന്റെ പോർഷനിലായിട്ട് അജ്രക് പാച്ച് കൊടുത്തിട്ട് മിററാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സ്ലീവ് വരുന്നത് 3/4 കൊടുത്തിട്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് കെട്ടാനായിട്ട് ഇവിടെ ഒരു ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട അതിന്റെ എഡ്ജ് പോർഷനിലായിട്ട് 2 സൈഡിലും എഡ്ജ് പോർഷനിൽ യോക്കിന്റെ സെയിം മെറ്റീരിയൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത ഒരു ടോപ്പ് ദുപ്പട്ടയുടെ കളക്ഷനാണ്. അപ്പം മോസ്റ്റ് ഡിമാൻഡഡ് ഐറ്റം ആണ്. ഇതൊരു ടീൽ ബ്ലൂ കളറാണ്. വീഡിയോയിൽ നേവി ബ്ലൂ ആയിട്ടായിരിക്കും കാണുന്നത്. ടീൽ ബ്ലൂ ആണ് ആക്ച്വലി വരുന്നത്. ഗോൾഡൻ ചെറിയ കൊണ്ടുള്ള കട്ട് പീസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് യോക്കിൻ്റെ പോർഷൻ കൊടുത്തത്. ഏലിയൻ പാറ്റേണിലാണ്, ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലും ആ സെയിം വർക്ക് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയൽ ആണ്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ എഡ്ജ് പോർഷനിൽ യോക്കി കൊടുത്തേക്കുന്ന സെയിം വർക്ക് തന്നെ കൊടുത്തില്ല, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും അതിൻ്റെ എഡ്ജ് പോർഷനിൽ ഈ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ലെങ്ത് വരുന്നത് 2.2 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഗോൾഡൻ സെറിയും കട്ട് പീസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ്. നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിൽ സെയിം മെറ്റീരിയൽ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏലിയൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ദുപ്പട്ട വരുന്നത് ലെങ്ത് വരുന്നത് 2.2 മീറ്റർ ലെങ്ത് ആണ് വരുന്നത്. ദുപ്പട്ടയുടെ എഡ്ജ് പോർഷനിലായിട്ട് യോക്കിൻ്റെ കൊടുത്തേക്കുന്ന അതേ സെയിം വർക്ക് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഇന്നത്തെ വീഡിയോ കാണിച്ച പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ താങ്ക് യു.